നമസ്കാരം. കൊറോണ വ്യാപനത്തിൽ വലയുന്ന പ്രവാസികളെ വെട്ടിലാക്കി സൗദി നയങ്ങൾ കടുപ്പിക്കുകയാണ്. ഘട്ടം ഘട്ടമായി സ്വദേശിവൽക്കരണം എല്ലാ മേഖലകളിലും വ്യാപിപ്പിക്കുന്നു. നിയമം, വിദ്യാഭ്യാസം, റെസ്റ്റോറന്റുകൾ, കഫേകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ എന്നീ രംഗങ്ങളിലെ ജോലികളിൽ സ്വദേശിവൽക്കരണം ഉടൻ ആരംഭിക്കുമെന്ന് സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രി NG അഹമ്മദ് അൽ രാജി കരാറുകളുടെയും കൺസൾട്ടിംഗ് പ്രൊഫഷണലുകളുടെയും ദേശീയ സമിതി അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഇതുവഴി നിരവധി പ്രവാസികൾക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത്. സ്വദേശികൾക്ക് എല്ലാ വകുപ്പുകളിലും കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കാനുള്ള ശ്രമം തുടരുകയാണ്. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനികളെ ശാക്തീകരിക്കാനും ഒഴിവു സമയങ്ങളിൽ തൊഴിൽ വിപണിയിൽ അവരെ ഉൾപ്പെടുത്താനും ശ്രമിക്കും. മന്ത്രാലയങ്ങൾ, അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖലയുമായി കരാറുണ്ടാക്കിയ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ സെക്യൂരിറ്റി ജോലിയിൽ ഏർപ്പെടുന്നവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനുള്ള പഠനം പൂർത്തിയാക്കിയിരിക്കുന്നു. അവർക്ക് മിനിമം വേതനം നിശ്ചയിച്ചിരിക്കുന്നു. കരാർ ബന്ധം മെച്ചപ്പെടുത്തുന്ന പദ്ധതി സ്വദേശികളുമായി കരാർ ഉണ്ടാക്കുന്നത് വർദ്ധിപ്പിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് തൊഴിൽ വിപണിക്കാവശ്യമായ പദ്ധതികൾ രൂപപ്പെടുത്താൻ മന്ത്രാലയം ശ്രമിച്ചിരിക്കുന്നു. ഇതിനായി നിരവധി ശില്പശാലകൾ സംഘടിപ്പിച്ചു. സൗദിയിലെ തൊഴിൽ വിപണി വികസിപ്പിക്കുക, അതിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ആഗോള തൊഴിൽ വിപണികളെ ആകർഷിക്കുക, ഉയർന്ന മത്സരശേഷി ഉണ്ടാക്കുക, കഴിവുള്ളവരെ വിപണിയിലേക്ക് ആകർഷിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഇതെല്ലാം. 2019-2020 കാലഘട്ടത്തിൽ വിവിധ സ്വദേശിവൽക്കരണ പരിപാടികളിലൂടെ നല്ല ഫലങ്ങൾ കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.